നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗമെന്ന 1-ാം അധ്യായത്തിലെ 38, 39 ശ്ലോകങ്ങളാണ്. ഇതിൻ്റെ അന്വയവും അർത്ഥവും ഒക്കെ ഈ 2 ശ്ലോകങ്ങളിലൂടെ നാം ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹതചേതസഃ കുലക്ഷയകൃതം ദോഹം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാദ് നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. യദ്യപി ഏതേ ന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയം അസ്മാഭിഃ പാപാത് അസ്മാത് നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിഃ ജനാർദ്ദന. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഹേ ജനാർദ്ദന, ലോഭോപഹത ചേതസഃ ഏതേ കുലക്ഷയകൃതം ദോഷം മിത്രദോഷേ പാതകം ച യദ്യപി ന പശ്യന്തി കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിഃ അസ്മാഭിഃ അസ്മാത് പാപാത് നിവർത്തിതും കഥം ന ജ്ഞേയം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം സാരാംശം നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ രഥത്തിൽ തളർന്നിരുന്ന് കൃഷ്ണനോട് പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ തന്നെ. കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ തന്നെ കൃഷ്ണൻ്റെ സന്ദേഹങ്ങളായിരുന്നു. ആ സന്ദേഹങ്ങൾ കൃഷ്ണൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലയോ ജനാർദ്ദന, അത്യാഗ്രഹം മൂലം വിവേകമില്ലാത്ത മനസ്സോടുകൂടിയ ഈ കൗരവാദികൾ കുലക്ഷയം കൊണ്ടുള്ള ദോഷത്തെയും മിത്രദ്രോഹത്തിലുള്ള പാപങ്ങളെയും അറിയുന്നില്ല എങ്കിലും കുലനാശം കൊണ്ടുണ്ടാകുന്ന പാപത്തെ ദോഷത്തെ കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന ഞങ്ങളാൽ ഈ പാപത്തിൽ നിന്നും പിന്മാറേണ്ടതാണെന്ന് എങ്ങനെ അറിയാതിരിക്കും. വളരെ ലളിതമായ ശ്ലോകമാണ്, വളരെ ലളിതമായ സാരാംശവുമാണ് നാം ചർച്ച ചെയ്യുന്നത്. നമസ്തേ.